ദൈവവേദിയിൽ ഇതുപോലെയൊക്കെ തടസ്സം വരുമ്പോൾ വിചാരിച്ചോണം കേട്ടോ, സംതിങ് അൺയൂഷ്വൽ ഹാപ്പൻ. സ്തോത്രം. ഹന്നമച്ചിയായിരുന്നു, പക്ഷെ അവൾ പ്രസവിച്ച തലമുറ ആരായിരുന്നു? ദാൻ മുതൽ ബർശബ വരെ സ്തോത്രം അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ, ആദ്യത്തെ ന്യായാധിപൻ. ഒന്ന് ആലോചിച്ചു നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ഇസ്രായേലിനെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു തലമുറ. ഒന്ന് ആലോചിച്ചു നോക്കി. വചനം ദുർലഭമായി കിടക്കുമ്പോൾ, ദർശനമേറെ ഇല്ലാതിരിക്കുന്ന ഒരു കാലയളവിൽ സ്തോത്രം ഒരു കൊച്ചു പയ്യനെ ദൈവം കരങ്ങളിലെടുത്തു ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യാൻ. സ്തോത്രം. അപ്പം മനസ്സിലാക്കിക്കോണം, ചിലതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനകത്തൊരു അസാധാരണ ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പം ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, സ്തോത്രം, ഈ കുഞ്ഞെങ്ങനെയായിരിക്കണം? ഈ കുഞ്ഞ് നാസിർ വ്രതസ്ഥനായിരിക്കണം. നേരത്തെ കൊടുക്കുക. ദൈവമക്കളെ സ്തോത്രം, ഒന്ന് ആലോചിച്ച് നോക്കി. ജനിക്കുന്നതിന് മുമ്പ് തലമുറയെക്കുറിച്ച് ദൈവത്തിനൊക്കെ പദ്ധതികളുണ്ടെന്ന്. സ്തോത്രം. ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ യിരെമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഇവനെ ആരാക്കിയ ദൈവം കണ്ടത്? പ്രവാചകനാക്കിയ. ആലോചിച്ചു നോക്കി. സ്തോത്രം. ഒരു തലമുറ പുറത്തു വരുന്നതിന് മുമ്പ് ദൈവത്തിന് എന്തെല്ലാം പദ്ധതികളൊന്ന് ആലോചിച്ചു നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ പിറന്നു വീഴാനുള്ള കാരണം നിങ്ങൾക്കും എനിക്കും വേണ്ടിയൊക്കെ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. മിക്കവാറും അമ്മയായിരിക്കും പ്രാർത്ഥിച്ച ഉണ്ടായത്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു മേടിച്ചിട്ട് ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പനും അമ്മയ്ക്കും ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ.